ചെന്നൈ ആരാധകരെ ആവേശത്തിലാഴ്ത്തിയ മത്സരമായിരുന്നു ഇന്നത്തെ ലക്നൗ CSK മാച്ച്. അവസാന ഓവറിലാണ് ചെന്നൈ കളി ജയിച്ചത്. ചെന്നൈ ഇന്ന് കളി ജയിക്കാൻ കാരണം അത് ഉർവിൽ പട്ടേലാണ്. 23 ബോളിൽ നിന്ന് 65 റൺസാണ് ഉർവിൽ പട്ടേൽ അടിച്ചുകൂട്ടിയത്. ഇപ്പോഴത്തെ ഇന്ന് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി ഉർവിൽ പട്ടേൽ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 13 ബോളിൽ നിന്ന് 50 റൺസ് നേടി IPL-ലെ റെക്കോർഡാണ് ഉർവിൽ പട്ടേൽ തിരുത്തി കുറിച്ചത്. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി താരം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇതെൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. എൻ്റെ പാരൻസിന് വേണ്ടിയാണ് ഞാനിന്ന് 50 അടിച്ചത്. അവരോട് ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് പാലിക്കാൻ പറ്റി. ഇത്രയും വേഗത്തിൽ 50 അടിക്കുമെന്ന് ഞാൻ പോലും കരുതിയില്ല. ഞാനിന്ന് ഇങ്ങനെ കളിച്ചെങ്കിൽ അതിന് കാരണം സഞ്ജുവാണ്. സഞ്ജു കളിക്ക് മുന്നേ എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. സഞ്ജു പറഞ്ഞതനുസരിച്ചാണ് ഞാനിന്ന് കളിച്ചത്. അതുകൊണ്ട് എനിക്ക് 50 അടിക്കാൻ സാധിച്ചു. ഈ ഒരു മാൻ ഓഫ് ദി മാച്ച് സഞ്ജുവിന് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവനാണിത് അർഹൻ. എന്നെ പോലെയുള്ള യുവതാരങ്ങൾക്ക് സഞ്ജു തരുന്ന സപ്പോർട്ട് വളരെ വലുതാണ്. അതുപോലെ ക്യാപ്റ്റൻ ഋതുരാജും എനിക്ക് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഞാൻ കാരണം CSK എന്ന് കളി ജയിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. സെഞ്ചുറി അടിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഞാൻ ഔട്ടായി. എങ്കിലും ഈ 50-ൽ ഞാൻ സന്തോഷവാനാണ്. വരുന്ന മാച്ചിലും ഇതേ കളി ആവർത്തിക്കുമെന്ന് ഉർവിൽ പട്ടേൽ വ്യക്തമാക്കി. താരത്തിൻ്റെ കളി കണ്ട് അമ്പരന്നിരിക്കുകയാണ് ആരാധകർ. അത്രയും വേഗത്തിലാണ് ഉർവിൽ പട്ടേൽ ഇന്ന് 50 അടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് CSK എന്ന് കളി ജയിച്ചത്. താരം അത്രയും വേഗത്തിൽ റൺസ് നേടിയിട്ടും അവസാന ഓവറിലാണ് ചെന്നൈ കളി ജയിച്ചത്. മാൻ ഓഫ് ദി മാച്ച് വാങ്ങി ഉർവിൽ പട്ടേൽ പറഞ്ഞത് സഞ്ജുവിൻ്റെ പേര് തന്നെയാണ്. സഞ്ജു ഒരുപാട് ഉപദേശങ്ങൾ യുവതാരങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അവർക്കത് പ്രചോദനമാണ്. പണ്ട് MS ധോണി യുവതാരങ്ങൾക്ക് ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് യുവതാരങ്ങളും ഹാപ്പിയായിരുന്നു. ധോണിയുടെ പാതയിലൂടെയാണ് സഞ്ജുവും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ കളി ജയിച്ചതുകൊണ്ട് തന്നെ CSKയുടെ പ്ലേ ഓഫ് പ്രതീക്ഷ ശക്തമായിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.